ചിലർക്ക് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു വേറൊരു റൂട്ടിൽ കൂടി പോകുന്ന ഒരു അനുഭവമാണ് ഞാൻ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. നമ്മളോട് ഇടക്കിടക്ക് ജ്യൂസ് പറയുന്നില്ല, ഒരു ഡിമാൻഡില്ല, കൊടുത്തിരുന്നു. പക്ഷെ ഇതൊന്നും കുറച്ച് ഞാൻ കേരളത്തിൽ കേൾക്കുന്നു. ഇതില് ഭയങ്കര ഒരു അടിപൊളി സീനാണ്. അതൊക്കെ നമുക്ക് ഫസ്റ്റ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ പറഞ്ഞൊരു സംഭവമാണ്. വെരി ബ്യൂട്ടിഫുൾ ആക്ട്രസ് ആൻഡ് ആളുടെ ഒരുപാട് ക്യൂട്ട് ആംഗിൾസും നല്ല രസമുള്ള കുറെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ കുറച്ച് കെമിസ്ട്രി പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ദ സോങ് വാസ് ലൈക്ക് പ്രണയമേ പതിവിലും മധുരമായി പഴകിയ തരുണമേ തുടരിത് കലഹമായി. പഠിത്തത്തിലൊക്കെ വളരെ മോശമായിട്ട് വീട്ടിൽ നിന്ന് തള്ളി പറഞ്ഞു വിട്ടപ്പോഴും അവിടെ പഠിക്കുന്ന സമയത്ത് വെറുതെ പോക്കൃത്തരം കാണിച്ചപ്പോഴും വീട്ടിൽ ചോദിച്ചു നേട്ടി നിന്നത് ഞാനായിരുന്നു. ഇങ്ങനെ എന്ത് ചെയ്യും? ഒരു സുപ്രഭാതത്തിൽ ഒരു പാട്ടുകാരൻ, പണ്ടേ ഉള്ളില് നമ്മളുടെ ബ്ലഡിൽ കിടക്കുന്ന ഒരു പരിപാടിയാണ്. പാട്ടുകാരനായി പാട്ട് പാടി പല സ്ഥലങ്ങളിലെത്തി, പല വേൾഡ് ടൂർ പോയി, ഇപ്പോഴും നല്ല നല്ല ഷോസുകൾ അവിടെ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. അസലായി അസലായിനി റോസാപ്പൂവഴക്. റോസാപ്പൂവിനെക്കാട്ടിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദൃശ്യ വിസ്മയാണ് നമുക്ക് നമ്മുടെ സമ്മതൊക്കെ ഒരുക്കിയിട്ടുള്ളത്. എന്ത് പറ്റി? ഇത്രയും വൃത്തികെട്ട 3 സിംഗേഴ്സ് ആണ് എന്റെ കൂടെ ഉള്ളത്. ഇവര് എന്റെ ഇത്രയും വൃത്തികെട്ട പാട്ട് കേട്ടിട്ട് അന്താണിച്ചിരുന്നതല്ലേ? ഓക്കെ, അപ്പൊ ഡെലിവറിയുടെ വിശേഷങ്ങൾ, നമ്മുടെ ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിം ആയിട്ടുള്ള ഡെലിവറിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പൊ പറയൂ, ക്രൂവിനെ ഞാൻ വെൽക്കം ചെയ്യുന്നതിനെക്കാട്ടിലും ഇക്ക തന്നെ വെൽക്കം ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. ഇതാണ് നായിക അനീഷ മുഖർജി അല്ലേ? യെസ്. ഓക്കെ, ഇത് ആനന്ദ് ശ്രീജ, ഇതിന്റെ മ്യൂസിക് ആൻഡ് പാടിയേക്കുന്നതും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തേക്കുന്ന ഇവര് രണ്ടുപേരാണ്. സോനു. ഓക്കെ, അപ്പം എന്താണ് ഡെലിവറിയുടെ ഒരു ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞുതരൂ? ഒരു ഡെലിവറി ബോയ്, അതാണ് കോൺസെപ്റ്റ്. ഡെലിവറി ചെയ്യുന്ന ഒരു പയ്യന്റെ അയാൾക്ക് സംഭവിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. ഇപ്പൊ കുറെ ഡെലിവറി ബോയ്സ് നമുക്ക് ഇങ്ങനെ ചുറ്റിനും ഫുൾ എറണാകുളത്തും എല്ലായിടത്തും കാണാമല്ലോ. അവർക്ക് പല അനുഭവങ്ങളും പല സ്ഥലത്തെല്ലാം ഉണ്ടാവാറുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊന്നും ഷെയർ ചെയ്യാറില്ല. ചിലർക്ക് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു വേറൊരു റൂട്ടിൽ കൂടി പോകുന്ന ഒരു അനുഭവമാണ് ഞാൻ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടാളാണ് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ലൈക്ക് അനീഷ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. അപ്പൊ നമ്മൾ മലയാളത്തിൽ ഒരുപാട് നല്ല നല്ല സുന്ദരി ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടൊരു ബംഗാളി സുന്ദരിനെ തേടി പിടിച്ചു കൊണ്ടുവന്നു? ഇല്ല, ഞാനിത് സബ്ജക്റ്റ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കിടന്നൊരു പരിപാടി. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത്തിരി കാണാൻ ക്യൂട്ടും അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു എനിക്ക് അപ്പിയറൻസ് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മള് എന്റെ പ്രൊഡ്യൂസർ സുനിതയാണ്, മറ്റേ വേഗാസ് ഡിസൈൻസിന്റെ ഓണറാണ്. അപ്പൊ സുനിതയാണ് ഇങ്ങനെ അനീഷിനെ കുറിച്ചിട്ട് ഫോട്ടോ കാണിച്ചതിൻ്റെ ഇത് പറ്റുമോന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങളത് കറക്റ്റ് ആണ് നോക്കി അപ്പൊ തന്നെ വിത്ത് സെക്കൻഡിൽ കൊള്ളാം, ഇത് കൊള്ളാം. അപ്പൊ അങ്ങനെ സുനിതത്തെ വിളിച്ച് സംസാരിച്ചു. നിഷ അതിൻ്റെ കഥ കേൾക്കണമെന്ന് പറഞ്ഞ് കഥ പറഞ്ഞു. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ നമ്മൾ മലയാളത്തിൽ മംഗ്ലീഷ് എഴുതി പഠിപ്പിച്ചു. എല്ലാം ഭയങ്കര ക്ലീൻ ആയിട്ട് ചെയ്തു. ഒരു നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ വന്ന് നമുക്ക് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു രീതി. പക്ഷെ നമ്മൾ പറയണത് കറക്റ്റ് ആയിട്ട് വിത്ത് സെക്കൻഡിനുള്ളിൽ പടപെട്ടാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് സ്പീഡായിരുന്നു. ഷൂട്ടിങ്ങും സ്പീഡാക്കാൻ പറ്റി. എല്ലാം കൊണ്ടും നമുക്ക് ഹാപ്പി ആയിരുന്നു. ഭയങ്കര നല്ലൊരു ഗംഭീര ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ പൊക്കി പറഞ്ഞിട്ടുണ്ട്. കാര്യം
അതിലെ പെർഫോമൻസ് ബേസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചേക്കാനും മേളിൽ നമുക്ക് തരുകയും ചെയ്തു. ഒരു ജാടിയില്ല, വേറൊരു പരിപാടി വേണമെന്ന് പറയുന്നില്ല, AC ഇരിക്കണമെന്ന് പറയുന്നില്ല, നമ്മളോട് ഇടക്കിടക്ക് ജ്യൂസ് പറയുന്നില്ല, ഒരു പ്രശ്നം കൊടുത്തിരുന്നു. പക്ഷെ ഇതൊന്നും ഹൗസ് കേരള. I love Kerala. Like how was it like working with these guys? എന്താണ്? ഞാൻ കേരളത്തെ സ്നേഹിക്കുന്നു. ഞാൻ കേരളത്തെ സ്നേഹിക്കുന്നു. Like what was it like working with them? Like working with them, of course, for the first time Malayalam industry, it's like I am very, very thankful to Sunita ji for I am here today because of her. So such warm welcome, and I love people here in Kerala because so warm. This welcome, belonging from a different state and working in a different state, and that acceptance, I feel really good, especially Samad and everyone, entire team. yeah. So the way they have accepted me, I think that gives me the motivation to work more on myself. And now, yes, I want to do more Malayalam films, of course. Oh, nice. Like we are welcoming you to our Malayalam industry. Thank you. ഓക്കെ. അപ്പൊ ആനന്ദിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഒരുപാട് ഹിറ്റ് സോങ്സ് നമുക്ക് ഇപ്പൊ കുറുപ്പിലായിക്കോട്ടെ തലവനിലായിക്കോട്ടെ ഒരുപാട് ബ്യൂട്ടിഫുൾ സോങ്സ് നമുക്ക് പാടി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം തന്നെ പാട്ട് പാടി കൊളവാക്കി. അപ്പൊ ആ പാട്ടിന്റെ ഒരു ചടപ്പ് മാറ്റാനായിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ? ഇപ്പം ഓക്കെ, ഏത് പാട്ടാ പാടുന്നത്? നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ചെയ്ത ഒരു സോങ് തന്നെയായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഈ പാട്ട് ഇപ്പൊ പാടാലോ? കുഴപ്പമില്ലല്ലോ, കോപ്പിറൈറ്റ്. അങ്ങനെ സോ ഇതില് ഭയങ്കര ഒരു അടിപൊളി സീനാണ്. നമുക്ക് ഫസ്റ്റ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ പറഞ്ഞൊരു സംഭവമാണ്. വെരി ബ്യൂട്ടിഫുൾ ആക്ട്രസ് ആൻഡ് ആളുടെ ഒരുപാട് ക്യൂട്ട് ആംഗിൾസും നല്ല രസമുള്ള കുറെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ കുറച്ച് കെമിസ്ട്രി പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നീ എനിക്ക് അതേപോലത്തെ ഒരു സോങ് നമുക്ക് സെറ്റ് ചെയ്യണം. ആൻഡ് ലിറിക്സും എനിക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. സോ അന്ന് നമ്മൾ ചെയ്തൊരു പാട്ടാണ്. ഐ ഗെസ് ഇറ്റ്സ് വർക്കിംഗ്, നല്ല രസമായിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ദ സോങ് വാസ് ലൈക്ക് തഴുകിട് പ്രണയമേ പതിരേലും മധുരമായി പഴകിയ തരുണമേ തുടരിത് കലഹമായി കാലങ്ങൾ പൊഴിയവേ കോലങ്ങൾ തുടരുമ്പോൾ തനിന തരിരേ ഇനങ്ങൾ ചികയുമ്പോൾ വഴിയേ വഴിയിലെ ഇനി തുഴയാനാളുണ്ടു പതിയെ വീടും വെന്റാനീസ് for fear but for the love that draws us near. In your gaze my heart delights, in your arms I find the light. No fear can break the bond we share, and in your arms the night I dare to the love that keeps us warm. Yes. ഓ, അടിപൊളി. ഓക്കെ, അപ്പം സോനു, നിങ്ങൾ രണ്ടാളും കൂടെയാണ് ഇതിലെ മ്യൂസിക് കമ്പോസ് ചെയ്തത് അല്ലേ? അപ്പം ഒരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ അതിൽ 20 മിനിറ്റ്സ് ഉള്ളതെങ്കിലും അതിനകത്ത് മ്യൂസിക് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പം ഈ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ബ്രീഫ് തന്നിട്ടുണ്ടായിരുന്നു. കുറെ വാരി വെതറിയൊന്നും നമുക്ക് മ്യൂസിക് ചെയ്യണ്ട. അപ്പം അതനുസരിച്ച് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. നമുക്ക് ഈസി ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഈ കണ്ടമാനം മ്യൂസിക് പക്ഷെ കറക്റ്റ് ആയിട്ട് ഇവര് ആ മീറ്റർ പിടിച്ചിട്ട് ഒരു സാധനം പൊളിച്ചടുക്കി ചെയ്തിട്ടുണ്ട് അല്ലേ? അത് തന്നപ്പോ തന്നെ പറഞ്ഞ ഞാൻ ചോദിച്ചിട്ട് റെഫറൻസ് എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ ഇതേപോലെ ചെയ്യണം അതേപോലെ ചെയ്യണം. അപ്പൊ അതിന് ഒരു റെഫറൻസും ഇല്ല. നീ കാണുക, എന്നിട്ട് നിനക്ക് എന്താണോ തോന്നണം അത് ചെയ്യും. എന്നിട്ട് ഞാൻ ഒന്ന് കേട്ടിട്ട് നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്ത് എങ്ങനെയാണെന്നുള്ള സംഭവത്തിലേക്ക് എത്താന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ആനന്ദൻ, നിങ്ങൾ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ? അതേ ഫസ്റ്റ് ടൈം ആണോ? ബാൻഡ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് വില്ലിംഗ്ടൺ ആയിരുന്നു ഒരു ബാൻഡ് ഉണ്ട്. സോ അതിൽ നൈസ് നെയിം. താങ്ക് യു.
ഭയങ്കര ലേഡി ബാൻഡാണ് ബാൻഡാണ്. സെറ്റപ്പ്. സോങ്സ് കമ്പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മളുടെ ഉള്ളിലുള്ള സംഭവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പോസ് ചെയ്യുന്നു. ഇത് എൻറ്റയർലി ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ്. സമതിക്കയുടെ ഉള്ളിലുള്ള സാധനം ആള് പോർട്രേ ചെയ്ത് ഒരു മൂവി ആക്കി ചെയ്തു. എന്നിട്ട് നമുക്ക് തന്നിട്ട് അതിന് സീൻസിന് വേണ്ടിയിട്ട് ലൈക്ക് 3 പാട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻട്രോ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്, പിന്നെ ഈ നേരത്തെ പാടിയ റൊമാൻസ് സോങ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിലേക്കും ഒരു ട്രാക്ക് വരുന്നുണ്ട്. 3 സെഗ്മെന്റ് ആയിട്ട് കിടക്കുന്ന ട്രാക്സ് ആണ്. അതായത് സിനിമയും അങ്ങനെ തന്നെ പോകുന്നത്. ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിന്ന് പിന്നെ മാറി വീണ്ടും മാറി അങ്ങനെയാണ് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മ്യൂസിക് നമ്മൾ അതേപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്താണ് പോയേക്കുന്നത്. ആൻഡ് ഒബ്വിയസ്ലി എന്നെ ആദ്യമായിട്ട് ഫീൽഡിലേക്ക് ഇറക്കിയത് സമതിക്കാണ്. ലൈക്ക് പാട്ട് പാടാനും കാര്യങ്ങളായിട്ടും ഇപ്പൊ ഈ ഒരു പുതിയ വേർട്ടിക്കലിലേക്ക് ഇറങ്ങുമ്പോഴും ആള് തന്നെയാണ് നമുക്ക് ആ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഞാൻ ഇതുവരെ ആളായിട്ട് സ്റ്റാർട്ട് ചെയ്തൊന്നും എനിക്ക് മോശമായിട്ട് വന്നിട്ടില്ല. ഒബ്വിയസ്ലി ഐ ഗെസ് ഫോർ യു ഓൾസോ യുവർ ഫസ്റ്റ് മലയാളം പ്രോജക്ട് സോനു. എന്റെ ഫസ്റ്റ് ആണ്. അപ്പൊ അതെ, നല്ലൊരു എന്താണ് പറയാ, നല്ലൊരു കൈ. നന്നായി വരും അതെ, നന്നായി വരും. That excitement is, on a different level for me, of course. Yeah. ഇന്നല്ലേ ഇതിന്റെ പ്രിവ്യൂ നടക്കുന്നത്? ഓക്കെ. ഇക്ക ആക്ടറാണ്, സിംഗറാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് ഇക്കാട് ഒരുപാട് റിയാലിറ്റി ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു സംവിധായകനാവാൻ കുറച്ച് ലേറ്റ് ആയത്? എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് ഓരോ ഇപ്പൊ ഞാൻ പാട്ട് പാടി വന്നതും ഞാൻ പാട്ടുകാരനാവുന്നൊക്കെ എന്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചൊരു കാര്യമല്ല. പഠിത്തത്തിലൊക്കെ വളരെ മോശമായിട്ട് വീട്ടിൽ നിന്ന് തള്ളി പറഞ്ഞു വിട്ടപ്പോഴും അവിടെ പഠിക്കുന്ന സമയത്ത് വെറുതെ പോക്കത്തരം കാണിച്ചപ്പോഴും വീട്ടിൽ ചോദിച്ചിട്ട് നിന്നത് ഞാനായിരുന്നു, പിന്നെ എന്ത് ചെയ്യും. പക്ഷെ അവിടെ നിന്ന് പിന്നെ നമ്മള് ഒരു സുപ്രഭാതത്തിൽ ഒരു പാട്ടുകാരൻ, പണ്ടേ ഉള്ളിൽ നമ്മളുടെ ബ്ലഡിൽ കിടക്കുന്ന ഒരു പരിപാടിയാണ്. പാട്ടുകാരനായി പാട്ട് പാടി പല സ്ഥലങ്ങളിലെത്തി, പല വേൾഡ് ടൂർ പോയി, ഇപ്പോഴും നല്ല നല്ല ഷോസുകൾ കവർ ചെയ്യുന്നു. അതങ്ങനെ പോയി. പിന്നെ അഭിനയം പരിപാടി, പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഈ സബ്ജക്റ്റിൻ്റെ ഉള്ളിൽ കിടന്ന സമയത്തും ഇത് നടന്നപ്പോഴും ഇത് എങ്ങനെ ഇത് മുന്നോട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം സുനിതാത്തായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പം നമുക്കത് പിടിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ നമ്മളിത് ഡയറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഞാൻ വേറെ 2-3 ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, എടാ നിൻ്റെ ഉള്ളിൽ ത്രോട്ടുണ്ട്, പിന്നെ നീ അതെങ്ങനെ ചെയ്യണം, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അപ്പം നീ തന്നെ അത് അങ്ങോട്ട് പിടിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അത് മുന്നേ നമ്മൾ തന്നെ അങ്ങോട്ട് ബാക്കി അതിനകത്ത് റഹീം DOP ചെയ്ത സിനിമ ചെയ്യുന്ന ആളാണ്. അതുപോലെ എൻ്റെ 5.1 ചെയ്തേക്കുന്നത് എല്ലാവരും ഇപ്പം മഞ്ഞുമൽ ബോയ്സ് ചെയ്ത് അവരങ്ങനെ കുറേ എല്ലാം ടീമുകളൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന പിള്ളേരെല്ലാം അടിപൊളി പിള്ളേരാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത ഒരു പടം ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിന്റെ മുന്നോടിയായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തതാണ്. അതെ, ഇതൊരു ചെറിയൊരു ഇതാണ്, വലിയൊരു പരിപാടി വരാൻ പോകുന്നുണ്ട്. പണി അറിയാവോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ആൾക്കാർ എടാ കുഴപ്പമില്ല നിങ്ങൾക്ക് പണി അറിയാട്ടോ ധൈര്യമായിട്ട് ചെയ്തോ എന്ന് പറയാൻ, അതായത് അതിനു വേണ്ടി ചെയ്തൊരു ഇതാണ്. എല്ലാരും അങ്ങനെ തന്നെയുള്ളൂ. കുഞ്ഞു പരിപാടി ചെയ്ത് കാണിച്ചാലാണ് നമുക്ക് വലിയൊരു പരിപാടിയിലോട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ. ശരിക്കും ഞാൻ ഇതിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോ ശരിക്കും ഒരു സിനിമ സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? 20 മിനിറ്റ്സ് ഉള്ളെങ്കിലും നല്ല DOP എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു പരിപാടി പിടിച്ചതാണ് നമുക്ക്. അതൊരു ഇങ്ങനെ ഒരു പരിപാടിയിലോട്ട് എത്തിക്കണം, ഇത്തിരി ക്വാളിറ്റി ബേസിൽ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോ ഇതിന്റെയൊക്കെ ബാക്കപ്പിൽ സുനിത ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഇതൊന്നും നടക്കില്ലായിരുന്നു. അതെ, ഞാൻ അതിനോട്ട് വരുന്നത് കാരണം എല്ലാത്തിനും അതിന്റെ സമയം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു റൈറ്റ് ടൈം അല്ലെങ്കിൽ റൈറ്റ് പേഴ്സൺ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇക്കന്റെ ഉള്ളില് ഒരു സംവിധായകൻ ഉണ്ട് എന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് സുനിതയാണ്. സംവിധായകനുണ്ടെന്നും പക്ഷെ പുള്ളിക്കാരത്തേക്ക് നമ്മളിങ്ങനെ എവിടെയെങ്കിലും എത്തണമെന്നുള്ള ഭയങ്കര സ്നേഹം. അതെ.